എല്ലാവർക്കും നമസ്കാരം. ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാഗി വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള അടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയിട്ടൊക്കെ വിളയിപ്പിച്ചിട്ടൊക്കെ നമ്മൾ അട ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇത് നമ്മൾ പഴുത്ത പഴം വെച്ചിട്ട് തേങ്ങയും മാത്രം ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ മധുരം ഇതിലില്ല എന്നുള്ളത് അറിയില്ല. പഴത്തിലുള്ള ആ മധുരം കൊണ്ട് നല്ല ടേസ്റ്റ്, നല്ല പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതിലും ടേസ്റ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ അല്ലെങ്കിൽ 4 മണി ചായക്കടയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, നന്നായി പഴുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പഴുത്ത പഴം കൊണ്ട്, തൊലി കറുത്ത പഴം കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ നമ്മളിപ്പോൾ മധുരമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ ഇത് നല്ലതല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നുറുക്കിയിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇനി ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്ക് പൊടി വാട്ടിയെടുക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ നല്ല തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പഴം വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ നല്ല പഴം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തൊലി കളഞ്ഞിട്ട് ഒന്ന് ആറാനായിട്ട് വെക്കുക. അധികം ഇത് പഴുക്കാത്തത് കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ചൂടിൽ തന്നെ അതിങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ നാരോ അല്ലെങ്കിൽ അരിയൊന്നും കളയേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മളിങ്ങനെ മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ വേണം. അപ്പോൾ ഒരു തേങ്ങ, ഞാൻ ഒരു മുറി തേങ്ങ ചിരകി മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായി ഉടച്ചെടുത്ത നേന്ത്രപ്പഴത്തിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏലക്കായും നല്ല ജീരകം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് എല്ലാം കൂടെ, ഇത് നമ്മൾ വിളയിപ്പിച്ചെടുക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ആ നെയ്യുടെ ഒരു സ്വാദും കൂടെ ചേർന്നാൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തതേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി പൊടി വാട്ടി എടുത്തിട്ട് ഈ ഫില്ലിങ് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് 250 ml കപ്പിൽ 2 കപ്പ് രാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ തിളച്ച വെള്ളം അതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ അതൊരു നമ്മൾ സാധാരണ പൊടി വാട്ടണ പോലെ നല്ല തിക്കായിട്ടല്ല, ഒന്ന് ലൂസാക്കിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇതേ ഒരു തരത്തിലായി കിട്ടിയാൽ നമുക്ക് ഇലയിൽ ഇത് പരത്തിയെടുക്കാം. വെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായി പിടിക്കുന്ന തരത്തിൽ വേണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ആയി കിട്ടണം. അത് കുറച്ചൊരു ലൂസാക്കിയിട്ട് അപ്പോൾ നമുക്ക് വേഗം പരത്തിയെടുക്കാനൊക്കെ പറ്റും. നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് നന്നായി കുറച്ച് പരത്തിയെടുത്താൽ മതി. പഴത്തിൻ്റെ കൂട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പകുതി വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുത്തിട്ട് വീണ്ടും വേറെ ഒന്നും കൂടെ എടുത്ത് പരത്തിയെടുക്കുകയാണ്. ഇത് ഞാൻ ഇല ഫുള്ളായിട്ട് ചെയ്യണില്ല. ശരിക്കും നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 3 എണ്ണം ചെയ്തിട്ട് ഞാനൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഇനി വെന്തോ നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇല പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അത് ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായി വെന്തിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഒത്തിരി പരത്തുന്ന കനത്തിനനുസരിച്ചാവും ഇതിൻ്റെ വേവ്. അപ്പോൾ ഞാൻ നല്ല കനം കുറച്ചിട്ടല്ലേ പരത്തിയത്, പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. രാഗിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചോളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ലതാണ്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം നല്ല പഴുത്തിട്ടല്ല, എന്നാലോ ആവശ്യത്തിന് നമുക്ക് പച്ചക്കന്നെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പഴമാണ് കേട്ടോ. ഒരു നേരത്തെ മീലായിട്ട് എടുക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ. ഇനിയിപ്പോൾ മധുരം തീരെ വേണ്ട എന്നുള്ളവർക്ക് പുളിമധുരമുള്ള തരത്തിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.